ഓം നമോ ഭഗവതേ വാസുദേവായ. നമ്മൾ ഈ ശ്രീമദ് ഭാഗവത ധ്യാനത്തിൽ ദശമസ്കന്ധം 87 അധ്യായം വരെയുള്ള ഭാഗങ്ങളിലെ കഥകൾ പറഞ്ഞ് അവസാനിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് 88 അധ്യായം മുതൽക്കുള്ള കഥകളെ പറയാം. 88 അധ്യായത്തില് ശ്രീ പരീക്ഷിത്ത് രാജാവിന്റെ ഒരു ചോദ്യം തന്നെയാണ് അധ്യായ ആരംഭത്തിന് തുടക്കം കുറിക്കുന്നത്. ചോദിക്കുകയാണ് പരീക്ഷിത്ത് മഹാരാജാവ് ശുകബ്രഹ്മർഷിയോട്, അല്ലയോ മഹർഷി, ശിവഭക്തന്മാര് വളരെ പെട്ടെന്ന് തന്നെ ധനികന്മാരായിട്ട് കാണുന്നു. എന്നാൽ വിഷ്ണുഭക്തന്മാരെ കുചേലന്മാരെ പോലെ ദരിദ്രരായിട്ടും കാണുന്നു. ഈ മാറ്റത്തിന് വാസ്തവത്തിൽ എന്താണ് കാരണം? ഇനിയിപ്പോ ഈ മഹാവിഷ്ണുവിന് കാരുണ്യം കുറയും എന്നുണ്ടോ? ശിവഭഗവാനെ കൃപ കൂടുകയും ചെയ്യുന്നുണ്ടോ എന്നൊക്കെ എനിക്ക് സംശയമുണ്ടാവുകയാണ്. എന്റെ സംശയത്തെ ദൂരീകരിച്ച് അവിടുന്ന് അനുഗ്രഹിക്കണം എന്ന് ശ്രീ പരീക്ഷിത്ത് ശുകബ്രഹ്മർഷിയോട് അറിയിപ്പിക്കുകയാണ്. അപ്പോ ശുകൻ മറുപടി പറയുവാൻ ആരംഭിച്ചു. ശിവൻ കാരുണ്യം കൂടുതലുള്ളത് കൊണ്ട് തന്നെ സേവിക്കുന്നവർക്ക് അവരെ ശിഷ്ടന്മാരാണോ ദുഷ്ടന്മാരാണോ എന്നൊന്നും നോക്കാതെ തന്നെ അനുഗ്രഹത്തെ കൊടുക്കുന്നു. അതായത് പെട്ടെന്ന് തന്നെ സർവാഭീഷ്ടങ്ങളെയും തന്നെ ഭജിക്കുന്നവർക്ക് ശ്രീ ശിവൻ കൊടുക്കും. എന്നാൽ കരുണാർണവനായ കരുണക്കടലായ ശ്രീകൃഷ്ണ ഭഗവാൻ, അതായത് ശ്രീ വിഷ്ണു ഭഗവാൻ, തന്നെ സേവിക്കുന്നവർ അഹങ്കാരം കാരണം അധപതിക്കുവാൻ ഇടയാകരുത് എന്ന് വിചാരിച്ച് എന്തു ചെയ്യുന്നു? വൈഷ്ണവോപാസകന്മാരായിരിക്കുന്ന ആളുകൾക്ക് അവരുടെ ചിത്തം ശുദ്ധമായതിനു ശേഷം മാത്രമാണ് ഐശ്വര്യങ്ങളെല്ലാം കൊടുക്കുകയുള്ളൂ. ചിത്തം ശുദ്ധമാകാതെ ഐശ്വര്യാദി ഗുണവിശേഷങ്ങൾ ഉണ്ടായാൽ ഭക്തരെന്ത് ചെയ്യും? അധർമ്മം ചെയ്യുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. യാതൊരു കാരണവശാലും അധർമ്മം ചെയ്യാതിരിക്കണമെങ്കിൽ ചിത്തം ശുദ്ധമാവുക തന്നെ വേണം. ചിത്തശുദ്ധി നേടിയതിനു ശേഷമേ വൈഷ്ണവ ഭക്തർക്ക് യഥാർത്ഥത്തിൽ സമ്പത്തിനെ കൊടുക്കുകയുള്ളൂ. നീ നമ്മുടെ സാക്ഷാൽ പരമശിവ ഭഗവാൻ ആളെ നോക്കാതെ വളരെ പെട്ടെന്ന് തന്നെ അനുഗ്രഹം കൊടുത്ത പല സന്ദർഭങ്ങളിലും ശിവപെരുമാളിനെ തന്നെ വിഷമമുണ്ടായിട്ടുണ്ട്. അങ്ങനെ ശ്രീ ശിവൻ വിഷമിച്ച ഒരു സംഭവകഥയെ ഞാനിപ്പോ അങ്ങേക്ക് പറഞ്ഞു തരാമെന്നും പറഞ്ഞിട്ട് ശുകമഹർഷി മൃഗാസുരന്റെ കഥ പറയുവാൻ ആരംഭിക്കുകയാണ്. പണ്ട്
ശകിനിയുടെ പുത്രനായിട്ട് മൃഗൻ എന്ന പേരോടുകൂടി അവര് അസുരനുണ്ടായിരുന്നു. ഈ അസുരൻ ശ്രീ നാരദ മഹർഷിയോട് ചോദിച്ചു, ത്രിമൂർത്തികളിൽ ആരെ സേവിച്ചാലാണ് വളരെ പെട്ടെന്ന് അനുഭവം, ഗുണം ഉണ്ടാവുക, ഗുണം കിട്ടുക എന്ന് ചോദിക്കുകയാണ്. അപ്പോ ശ്രീ നാരദ മഹർഷി അതിന് മറുപടി പറഞ്ഞു, ക്ഷിപ്രപ്രസാദി പരമശിവൻ തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല, സംശയമില്ല. പണ്ട് ബാണാസുരനില് പ്രസാദിച്ചിട്ട് അദ്ദേഹത്തിന്റെ കാവൽക്കാരൻ കൂടിയായിട്ട് തീരുകയുണ്ടായിട്ടുണ്ട് ശിവൻ. അതുപോലെ തന്നെ കോപവും വളരെ പെട്ടെന്നുണ്ടാകും. ഇങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടപ്പോ മൃഗാസുരൻ ശിവനെ തന്നെ തപസ് ചെയ്ത് പ്രത്യക്ഷമാക്കുവാൻ വേണ്ടിയിട്ട് നിശ്ചയിക്കുകയാണ്. അങ്ങനെ മൃഗാസുരൻ ശിവനെ തപസ് ചെയ്യുവാൻ വേണ്ടിയിട്ട് കേദാരഘട്ടത്തിൽ ചെല്ലുകയാണ്. കേദാരഘട്ടത്തിലെത്തിയതിനു ശേഷം ഓം ഹ്രീം നമ ശിവായ നമ ശിവായേ എന്നും പറഞ്ഞുകൊണ്ട് ശിവനെ അങ്ങോട്ട് ഭജിക്കുവാൻ തുടങ്ങി. അപ്പോ അതിനുവേണ്ടി ഹോമകുണ്ഡം നിർമ്മിച്ചു, എന്നിട്ട് ഗംഗയിൽ സ്നാനമൊക്കെ ചെയ്തു. എന്നിട്ട് എന്താണ്, അവസാന കൈ എന്നുള്ള രീതിക്ക് സ്വന്തം മാംസം തന്നെ അങ്ങോട്ട് മുറിച്ച് അഗ്നികുണ്ഡത്തിൽ അങ്ങോട്ട് ഹോമിക്കുവാൻ ആരംഭിച്ചു. ഇങ്ങനെ 7 ദിവസം കഴിഞ്ഞു. ദേഹത്തിൽ മാംസമൊന്നും ഇല്ലാതെയായി. ശിവനാണെങ്കിലോ പ്രത്യക്ഷമായിട്ട് കാണുന്നില്ല. മൃഗാസുരൻ പെട്ടെന്ന് എന്ത് തീരുമാനിച്ചു, വാളെടുത്തിട്ട് സ്വന്തം കഴുത്തറത്ത് ശിരസിനെ അങ്ങോട്ട് ഹോമിക്കുവാൻ വേണ്ടിയിട്ട് ഭാവിക്കുകയാണ്. ഇതങ്ങോട്ട് കണ്ടപ്പോഴോ സാക്ഷാൽ പരമേശ്വരൻ ശ്രീ പാർവതിയോട് കൂടിയിട്ട് മൃഗാസുരന്റെ മുമ്പിൽ പ്രത്യക്ഷമാവുകയാണ്. ഇഷ്ടമുള്ള വരം മൃഗാസുരനോട് ആവശ്യപ്പെടുവാൻ വേണ്ടിയിട്ട് ശിവൻ പറയുകയും അത് കണ്ടപ്പോഴോ മൃഗാസുരൻ ഭഗവാനെ ഭഗവതിയോടുകൂടി കണ്ടപ്പോൾ ആ ഭഗവതിയിൽ അങ്ങോട്ട് എന്തെന്നില്ലാത്ത രീതിയിലുള്ള ഒരു ആഗ്രഹം, മോഹം മൃഗാസുരനെ ഉണ്ടാവുകയും ചെയ്തു. അതിന് ശിവനെ എങ്ങനെയെങ്കിലും നശിപ്പിച്ച് പാർവതിയെ താൻ സ്വന്തമാക്കും എന്നുള്ള ഒരു തീരുമാനം മനസ്സുകൊണ്ട് മൃഗൻ എടുക്കുകയുമാണ്. അതിനു വേണ്ടിയിട്ട് മൃഗാസുരൻ എന്താണ് വരം ആവശ്യപ്പെട്ടത്? ഞാൻ ആരുടെ ശിരസിലാണോ ഖരം സ്പർശിക്കുന്നത് അവർ ആ നിമിഷം മരിക്കുവാൻ ഇടയാണ്. അവർ ഭസ്മമാകണം, മരിച്ചാൽ മാത്രം പോരാ, അവർ ഭസ്മമായി തീരണം. ഭക്തവത്സലനായ ഭഗവാൻ ആ വരം കൊടുക്കുകയും ചെയ്തു. വരം ലഭിച്ച ഉടനെ മൃഗാസുരൻ എന്താ ചെയ്തതെന്നറിയുമോ? മൃഗാസുരൻ ശിവന്റെ തന്നെ ശിരസിൽ അങ്ങോട്ട് കൈവയ്ക്കുവാൻ അങ്ങോട്ട് ഭാവിക്കുകയാണ്. ഇത് കണ്ടപ്പോഴോ പരമശിവൻ പരിഭ്രമിച്ചു. പരിഭ്രമിച്ചുകൊണ്ട് ശിവൻ ഓടാൻ തുടങ്ങി. എന്നാലോ മൃഗാസുരൻ പിന്നാലെ. ഈ രംഗം തപോബലമുള്ള മഹർഷിമാരും
കണവയുണ്ടായി. എന്നാൽ ഇപ്പോൾ വൃകാസുരന് ലഭിച്ചിരിക്കുന്ന ബലത്തിന്റെ ഫലമായിട്ട് ഋഷീശ്വരന്മാരും ആ കാഴ്ചയിൽ യാതൊന്നും പ്രതികരിക്കാതെ അവരും ഒഴിഞ്ഞു മാറിപ്പോവുകയാണ് ചെയ്തത്. അങ്ങനെ ശിവൻ വൈകുണ്ഠത്തിൽ എത്തിച്ചേരുകയാണ്. അപ്പോ മഹാവിഷ്ണു അവിടെ ഉണ്ടായിരുന്നു. മഹാവിഷ്ണുവിന്റെ അടുക്കലെത്തി ശിവൻ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു താൻ എങ്ങനെയെങ്കിലും ഈ ദുർഘട ഘട്ടത്തിൽ നിന്നും രക്ഷിക്കണമെന്നും പറയുകയാണ്. കേട്ടപ്പോൾ വിഷ്ണു ഭഗവാൻ ശരി എന്നും പറഞ്ഞ് എന്ത് ചെയ്തു? ഒരു ബ്രഹ്മചാരി കുട്ടിയുടെ വേഷത്തില് വൃകാസുരന്റെ മുമ്പിൽ അങ്ങോട്ട് പ്രത്യക്ഷമായി. എന്നിട്ട് പറഞ്ഞു, എന്താ അങ്ങിങ്ങനെ എടുത്ത് വെച്ചത് എടുക്കാൻ പോകുന്നതല്ല ഇങ്ങനെ ഊട്ടിക്കൊണ്ടിരിക്കണേ എന്ന് ചോദിക്കുക. അപ്പൊ ഇങ്ങനെ ഞാൻ ശിവനെ ഭസ്മമാക്കുവാൻ വേണ്ടിയിട്ട് ഓടുകയാണ്. ഇതിന് ഭസ്മമാക്കാനോ? അതിനെങ്ങനെ അങ്ങേക്ക് പറ്റും? അതിനല്ലേ എനിക്ക് ശിവൻ തന്നെ വരം തന്നിരിക്കുന്നത്. എന്താണ് ശിവൻ അങ്ങേക്ക് നൽകിയിരിക്കുന്ന വരം? പറഞ്ഞു, എന്റെ കരം ആരുടെ ശിരസിൽ പതിക്കുന്നുവോ അവർ ഭസ്മമാണ്. ഇതാണ്. ഇത് കേട്ടപ്പോ വിഷ്ണു അങ്ങോട്ട് പൊട്ടിച്ചു, ബ്രഹ്മചാരിക്കുട്ടി അങ്ങോട്ട് കൈപ്പൊട്ടി പൊട്ടിച്ചു. ശാകുനേയ, ദക്ഷശാപത്തിനു ശേഷം ശിവൻ വരം കൊടുത്താൽ അത് ഫലിക്കുകയില്ല എന്ന് അങ്ങേക്ക് അറിയില്ലേ? ഇനിയിപ്പൊ അങ്ങേക്ക് സംശയമുണ്ട് എന്ന് വരികയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, അങ്ങയുടെ ശിരസിൽ തന്നെ ഒന്ന് കൈവച്ച് നോക്കൂ. ഫലിക്കാത്ത വരം തന്നെ ശിവൻ അങ്ങയെ വഞ്ചിച്ചതായിട്ട് വരുന്ന പക്ഷം ഞാനും അങ്ങയുടെ കൂടെ പോകാം. എന്നിട്ട് നമുക്ക് രണ്ടു പേർക്കും കൂടിയിട്ട് ശിവന്റെ കഥ കഴിക്കുകയും ചെയ്യും. മഹാവിഷ്ണുവിന്റെ സൂത്രമറിയാതെ വൃകാസുരൻ എന്ത് ചെയ്തു? സ്വന്തം കരം സ്വന്തം ശിരസിലാണ് വെച്ചു. ശിരസിൽ വെച്ച് എന്താ സംഭവിക്കുക? സംഭവിക്കേണ്ടത് സംഭവിച്ചു. എന്ത് സംഭവിച്ചു? വൃകാസുരൻ കേവലം ഒരു പിടി ഭസ്മമായിട്ട് അങ്ങോട്ട് തീരുകയും ചെയ്തു. അങ്ങനെ ഈ ചരിത്ര വിശകലനം കൊണ്ട് എന്താണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്? സാത്വികമായ ഭജനം ചെയ്ത് മനഃശുദ്ധി സമ്പാദിക്കാത്ത ഒരു വ്യക്തി അത് വൈകുണ്ഠത്തിലെത്തിയിട്ടും കാര്യമൊന്നുമില്ല, അധപതിക്കുക തന്നെ ചെയ്യും എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. അതുകൊണ്ട് ശ്രവണ കീർത്തനങ്ങളാകുന്ന ഭക്തിയോഗത്തെ ശീലിക്കുക തന്നെ ചെയ്യണമെന്ന് ശുകബ്രഹ്മർഷി ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഭക്തിജ്ഞാന വൈരാഗ്യത്തോടുകൂടിയ വിവേകം, ഇതാണ് നമ്മൾ ഈ ശ്രീമദ് ഭാഗവത ധ്യാനത്തിൽ നിന്നും ആർജിക്കുന്നത്. ഇനി നമുക്ക് 89-ാമത്തെ അധ്യായത്തിലെ പകുതി ഭാഗം കൂടി ഒന്ന് ഈ സന്ദർഭത്തിൽ ചിന്തിക്കാം. ഇവിടെ നമ്മുടെ സരസ്വതീ തീരത്തില് തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭൃഗു തുടങ്ങിയ മഹർഷിമാർക്ക് ഒരു സംശയം. എന്താണ് ആ സംശയം? തിരുമൂർത്തികളെ മഹത്വം ആർക്കാണ് കൂടുക? ഇതായിരുന്നു. മഹത്വം കൂടുതലുള്ള ആളാണല്ലോ മഹാത്മാവ്. കുറയുന്നതിനനുസരിച്ച് ആത്മാവ് തന്നെ ദുരാത്മാവായിട്ട് തീരുകയും ചെയ്യാം. എന്നാൽ ഈ ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാര് തുടങ്ങിയിരിക്കുന്ന
ത്രിമൂർത്തികളിൽ മഹത്വമാർക്ക് കൂടും. ഇതാണ് അവർക്ക് തോന്നിയ സംശയം. ഈ സംശയം തീർക്കുവാനായിട്ടോ എല്ലാവരും കൂടി ഭൃഗുമഹർഷിയെ ചുമതലപ്പെടുത്തി. ഭൃഗുമഹർഷി, ഈ സംശയത്തിന് പരിഹാരം അങ്ങ് തന്നെ കണ്ടെത്തണം. ത്രിമൂർത്തികളെയും പരിശോധിച്ച് പരീക്ഷിച്ച് അങ്ങ് തന്നെ തിരിച്ചു വന്ന വാസ്തവം അറിയിപ്പിക്കണം എന്ന് പറയുകയാണ്. ഇത് കേട്ടപ്പോ ഭൃഗുമഹർഷി ആദ്യമായിട്ട് എവിടേക്കാണ് ചെന്നത്? ബ്രഹ്മലോകത്തിലേക്ക്, സത്യലോകത്തിലേക്ക്. ബ്രഹ്മലോകത്തിലെത്തിയിട്ട് എന്ത് ചെയ്തു? ബ്രഹ്മാവിനെ വന്ദിക്കുകയോ സ്തുതിക്കുകയോ ചെയ്യാതെ അങ്ങോട്ട് ബ്രഹ്മദേവന്റെ മുമ്പിലുള്ള ആസനത്തിൽ അങ്ങോട്ട് ആസനസ്ഥനായി പ്രൗഢ ഗംഭീരമായ ഭാവത്തില് അങ്ങനെ അങ്ങോട്ട് ഇരിക്കുന്നു. അത് കണ്ടപ്പോഴോ ബ്രഹ്മദേവൻ കോപിച്ചു. ധിക്കാരി, അച്ഛന്റെ മുമ്പിലാണ് ഭൂന്യാസം കാണിക്കുക മകള് രീതിയിൽ അങ്ങോട്ട് കോപം പ്രൗഢാക്കാം. അപ്പൊ പതുക്കെ സരസ്വതി പറയുന്നുണ്ട്, വേണ്ട, പരീക്ഷിക്കാൻ വന്നിരിക്കുകയാണ്, വേണ്ട. അതെ, ബ്രഹ്മദേവൻ ഇങ്ങനെ കോപപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ഭൃഗുമഹർഷി ഉള്ള നല്ല മഹത്വം എന്ന് മനസ്സിൽ വിചാരിച്ചു അവിടെ നിന്നും പോവുകയാണ്. എന്നിട്ട് നേരെ ഇങ്ങോട്ട് പോയി അദ്ദേഹം കൈലാസത്തിലെത്തി. കൈലാസത്തിലെത്തിയപ്പോഴോ സഹോദരനെ കണ്ട സ്നേഹത്താൽ ശിവൻ ആലിംഗനം ചെയ്യുവാനായിട്ട് അങ്ങോട്ട് അടുത്തേക്ക് ചെന്നു. ശിവനെ യാതൊന്നും പറയാതെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുവാനായിട്ട് അങ്ങോട്ട് പോയി. കെട്ടിപ്പിടിക്കുവാൻ പോയപ്പോഴോ ശിവൻ എന്ത് പറഞ്ഞു? വൃത്തിയും ശിവൻ ഭൃഗുമഹർഷിയെയാണ് കെട്ടിപ്പിടിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറായത്. അപ്പൊ ശിവൻ ഭൃഗുമഹർഷിയെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി വന്നപ്പോ ഭൃഗുമഹർഷി എന്ത് പറഞ്ഞു? ഛേ, വൃത്തികേട്, വൃത്തിയെ ശുദ്ധവുമില്ലാത്ത അങ്ങ് എന്നെ തുടരുത് എന്ന് പറഞ്ഞിട്ട് ഭൃഗുമഹർഷി അങ്ങോട്ട് മാറി. ഇത് കേട്ടപ്പോഴോ ശിവൻ കോപിച്ച് തന്റെ ത്രിശൂലം എടുത്തിട്ട് ഭൃഗുവിനെ അങ്ങോട്ട് കുത്താൻ വേണ്ടിയിട്ട് ചെല്ലുകയാണ്. അപ്പോഴോ ശ്രീ പാർവതി അവിടെ എത്തി ശിവനെ സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ശിവനുണ്ടോ വിടുക? ഇങ്ങനെ കോപത്തിലിങ്ങനെ ചൂലായിട്ട് ഇങ്ങനെ പിന്നാലെ പോവുകയാണ്. മൃഗു പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയും പാർവതി ദേവി സമാധാനിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ഭൃഗു നേരെ ചെന്നത് എവിടെയാണ്? വൈകുണ്ഠത്തിലാണ്. വൈകുണ്ഠത്തിൽ ചെന്നിട്ട് എന്ത് ചെയ്തു? അവിടത്തെ കാഴ്ച എന്തായിരുന്നു? അവിടത്തെ കാഴ്ച അതായത് സാക്ഷാൽ വൈകുണ്ഠമൂർത്തിയായ ആദിനായ ലക്ഷ്മി ഭഗവതിയുടെ മടിയിൽ തലയും വെച്ച് കിടന്നുറങ്ങ. തന്റെ മകളുടെ ഭർത്താവായ വിഷ്ണു തന്നെ മാനിക്കാത്ത ദേഷ്യഭാവത്തിൽ മൃഗം എന്ത് ചെയ്തു? മഹാവിഷ്ണുവിന്റെ മാറത്ത് ഒരു ചവിട്ടങ്ങട്ട് വെച്ചു. ചവിട്ടങ്ങോട്ട് കൊടുത്തപ്പോഴോ ഭഗവാൻ വിഷ്ണു പെട്ടെന്ന് അങ്ങോട്ട് എത്തി. പെട്ടെന്ന് അങ്ങോട്ട് എഴുന്നേറ്റിട്ട് നോക്കിയപ്പോ ആരാ? ഭൃഗുമഹർഷി തന്റെ മാറത്തും ചവിട്ടിട്ട് ഇങ്ങനെ ക്രോധഭാവത്തിൽ നിൽക്കുക. വേഗം മഹാവിഷ്ണു പെട്ടെന്ന് എഴുന്നേറ്റിട്ട് കൈകൂപ്പിയിട്ട് വിനയത്തോടുകൂടി പറഞ്ഞു, അല്ലയോ മഹർഷി, കരിമ്പാറയേക്കാൾ കഠിനമായ എന്റെ മാറത്ത് ചവിട്ടിയപ്പോൾ താമരദളത്തേക്കാൾ മാർദ്ദവമേറിയ അവിടുത്തെ തൃപ്പാദം വേദനിച്ചു. അവിടുത്തെ പാദരേഖ എന്റെ മാറിൽ പതിയുക കാരണം ശ്രീലക്ഷ്മി ഇനിയും എന്നെ വിട്ടു പോവുകയില്ല.
ഐശ്വര്യദേവതയായിരിക്കുന്ന മഹാലക്ഷ്മി, അങ്ങയുടെ പാദസ്പർശം എന്റെ മാറിൽ പെട്ടതു കാരണം ഇനിയും എന്നെ ഉപേക്ഷിച്ചു പോവുകയില്ല. ഞാൻ അനുഗ്രഹീതനായിട്ട് ഭവിച്ചിരിക്കുന്നു പ്രഭു എന്നങ്ങട്ട് പറയാ. ഇങ്ങനൊക്കെ കേട്ടപ്പോഴോ ഭഗവാൻ ഇപ്രകാരമുള്ള വചനാമൃതം കേട്ട് ഭൃഗുമഹർഷി അത്ഭുതത്തോടും ലജ്ജയോടും കൂടി പരമാനന്ദഭരിതനായി. ഇപ്പൊ വ്യക്തമായല്ലോ ആരാണ് കൂടുതൽ മഹത്വം അർഹിക്കുന്നതെന്ന്, കൂടുതൽ ശ്രേഷ്ഠത, മഹത്വമുള്ളിടത്ത് വിനയമുണ്ടായിരിക്കും. അതെ, അവിടെ ഏത് പ്രശ്നത്തെയും പരിഹരിക്കുവാനുള്ള വിവേകവും ഉണ്ടായിരിക്കും. എന്തായാലും പരമാനന്ദ ഭരിതനായ ഭൃഗു മഹർഷി സരസ്വതി തീരത്തിലെത്തി മഹർഷിമാരോടെല്ലാം നടന്നു കഴിഞ്ഞ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുകയാണ്. ഇത്രയും കഥ കേട്ടപ്പോഴോ അവരെല്ലാവരും കൂടി തീരുമാനിച്ചു, അല്ലെങ്കിൽ ഉറച്ചു, അല്ലെങ്കിൽ മനസ്സിലാക്കി, അല്ലെങ്കിൽ അറിഞ്ഞു. എന്താണ്? കൂടുതൽ മഹത്വം മഹാവിഷ്ണുവിനെ തന്നെയാണ്, സംശയമില്ല. അങ്ങനെ മഹർഷിമാരെല്ലാവരും കൂടുതൽ വിഷ്ണുഭക്തന്മാരായിട്ട് തീരുകയും ചെയ്തു. അങ്ങനെ അവരെല്ലാവരും വിഷ്ണുവെ സ്തുതിക്കുകയും അതുപോലെ വിഷ്ണുവിന്റെ മഹാമൂലമന്ത്രത്തെ അവര് ജപിക്കുവാൻ ആരംഭിക്കുകയും ചെയ്തു. ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഇങ്ങനെയൊക്കെയുള്ള ആ ആദിമഹാവിഷ്ണുവിൻ്റെതായിരിക്കുന്ന മൂലമന്ത്രങ്ങളെ അവര് ജപിച്ച് അങ്ങനെ ആനന്ദത്തോടുകൂടി കഴിയുകയും ചെയ്യും. ഇതിൽ നിന്ന് എന്ത് നമുക്ക് മനസ്സിലാക്കാം? ക്ഷമ തുടങ്ങിയ ഗുണങ്ങള്, ക്ഷമ, വിനയം, ദയ, കൃപ, കാരുണ്യം, സഹനം, സ്നേഹം, ഇവയൊക്കെ വാസ്തവത്തില് എവിടെ നിന്നേ ഉണ്ടാവുകയുള്ളൂ? സത്വഗുണത്തിൽ നിന്നുമാണ് ഉണ്ടാവുക. അതുകൊണ്ട് സത്വഗുണം വർദ്ധിക്കുവാൻ സത്വഗുണപ്രധാനിയായ മഹാവിഷ്ണുവിനെ ഭജിക്കണം എന്ന് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഭാഗത്തിൽ പകുതി വരുന്ന ഭാഗം സന്താനഗോപാലം എന്ന് പറയുന്ന ലീലയാണ്. പിന്നെ ഇവിടെ 90-ാമത്തെ അധ്യായമാണ്. 90-ാമത്തെ അധ്യായത്തോടുകൂടി ഈ ദശമസ്കന്ധം അവസാനിക്കുകയും ചെയ്യും. നമുക്ക് എന്തായാലും ആ സന്താനഗോപാലം എന്ന് പറയുന്ന കഥയെ ശ്രവിക്കുവാൻ ആരംഭിക്കാം.